അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിഹാദ് ഓർ ദഹ്ശത്ഗർദി എന്നുള്ള നമ്മുടെ പാഠം വളരെ രസകരമായ രീതിയിൽ ഫലപ്രദമാകും വിധത്തിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും നമ്മുടെ പാഠങ്ങൾ, നമ്മുടെ വീഡിയോകൾ ഒക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാഠഭാഗം ബാക്കി ഒന്ന് ശ്രദ്ധിച്ചാലോ? ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ ഇന്നത്തോടുകൂടെ നമ്മുടെ പാഠം അവസാനിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടല്ലോ അല്ലേ? ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. सवाल मुख्तलिफ मुल्कों में जो तंजीमें जिहाद के नाम पर जिद्दोजहद कर रही हैं उनसे जुज़वी या कुल्ली तौर पर आप कहाँ तक मुत्तफ़िक़ हैं? मौलाना यासीन अख्तर मिसबाही. दुनिया के अंदर सरगर्म मुस्लिम तंजीमों के हर अक़दाम को नाजायज़ ठहराया जा सकता है और न ही उसकी हिमायत की जा सकती है. इसी तरह मुस्लिम तंजीमों के हर अक़दाम को नाजायज़ ठहराना और उसकी मुखालिफत करते रहना भी सही नहीं है. अगर इस्लाम के नाम पर कोई काम किया जा रहा है तो इस्लामी नुक्ते नज़र से उसका जायज़ा लिया जाएगा और उसके बाद ही उसके बारे में कोई फ़ैसला किया जा सकता है कि वो सही है या गलत. इस्लामी दायरा के अंदर रहते हुए मुस्लिम क़त्ल व खून रेज़ी के वाक़यात और हादिसात को आंख बंद करके इस्तिलाही जंग बेमाना क़िताल नहीं कहा जा सकता. मुस्लिम ममालिक या मगरबी ममालिक के अंदर सरगर्म मुस्लिम तंजीमें इस वक्त अगर दुनिया के किसी हिस्से में अपनी मुखालिफ तौक़त के सामने सीना सपर हैं या इसके मुफादात को नुकसान पहुँचाने के लिए कोई हमला करें तो उसे अपने तहफ़्फ़ुज़ और दिफ़ा या इंतकाम की पुरजोश और इस्तक़लाल अंगेज़ कार्रवाई कहा जा सकता है, मगर इस्लामी जिहाद का नाम उसे नहीं दिया जा सकता. അപ്പോൾ ഒരു പാരഗ്രാഫാണ് ഞാൻ വായിച്ചത്. ഇവിടെ ചോദിക്കപ്പെട്ടൊരു ചോദ്യം എന്തെന്ന് വെച്ചാൽ, മുഖ്തലിഫ് മുൽക്കോ മേ ജോ തൻസീമെ ജിഹാദ് കെ നാം പർ ജിദ്ദോജഹദ് കർ രഹി ഹൈ. വ്യത്യസ്ത രാജ്യങ്ങളിൽ ധാരാളം സംഘടനകൾ ജിഹാദിൻ്റെ പേരിൽ ധാരാളം യത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉൻസെ ജുസ്വി യാ കുല്ലി തോർ പർ ആപ് കഹാ തക് മുത്തഫിഖ് ഹൈ. അവകളോട് നിങ്ങൾ ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ എത്തരത്തിൽ നിങ്ങൾ ആ അഭിപ്രായത്തോട്, ഇത്തരത്തിലുള്ള പ്രയത്നങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്? അപ്പോൾ മൗലാന യാസിൻ അഖ്തർ മിസ്ബാഹി ഇതിന് മറുപടി നൽകുകയാണ്. ദുനിയ കെ അന്തർ സർഗറം മുസ്ലിം തൻസീമോ കെ ഹർ അഖദാം. ഈ ദുന്യാവിലുള്ള, ലോകത്തുള്ള സജീവമായിരിക്കുന്ന മുസ്ലിം സംഘടനകളുടെ ഹർ അഖദാമോ, അവരുടെ എല്ലാ ചുവടുവെപ്പുകളെയും നജായിസ് ठहराया जा सकता है. അവകളെയെല്ലാം ഒറ്റയടിക്ക് അസാധുവാക്കുക എന്നത് പാടില്ല. അവകളെയെല്ലാം അസാധുവാക്കി കളയാൻ പറ്റില്ല. और नहीं उसकी हिमायत की जा सकती है. അവകളെയെല്ലാം സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അവകളെല്ലാം നമുക്ക് അസാധുവാക്കി തീർക്കാൻ പറ്റില്ല. നജായിസ് ठहराया जा सकता है. അതിനെ അസാധുവാക്കി തീർക്കാൻ, ഇൻവാലിഡാക്കി തീർക്കാൻ പറ്റില്ല. और नहीं उसकी हिमायत की जा सकती है. അവകളെയൊക്കെ സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുവാനോ അതും പറ്റില്ല. അപ്പോൾ പിന്നെ എന്താണ് നമ്മുടെ സ്റ്റാൻഡ്? इसी तरह ഇത്തരത്തിൽ തന്നെ മുസ്ലിം തൻസീമോ കെ ഹർ അഖദാം കോ നാജായിസ് ठहराना. ഇത്തരത്തിൽ തന്നെ മുസ്ലിം സംഘടനകളുടെ അവരുടെ എല്ലാ ചുവടുവെപ്പുകളെയും അതിനെ അസാധുവാക്കി തീർക്കലും ഓർ ഉസ്കി മുഖാലഫത്ത് കർത്തേ രഹ്നാ ഭി, അവകളെയെല്ലാം നിരന്തരം എതിർത്തുകൊണ്ടിരിക്കലും സ്വഹീഹ് നഹീ ഹൈ, അതും ശരിയല്ല. അഗർ ഇസ്ലാം കെ നാം പർ കോയി കാം കിയാ ജാ രഹാ ഹൈ, ഇസ്ലാമിൻ്റെ പേരിൽ ഇവിടെ വല്ല പ്രവൃത്തിയും നടത്തുന്നുണ്ട് എങ്കിൽ तो इस्लामी नुक्ते नज़र से उसका जायज़ा लिया जाएगा. ഇസ്ലാമിൻ്റെ വ്യൂ പോയിന്റിലൂടെ, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ്, ഇസ്ലാമിൻ്റെ നുക്തെ നസർ വ്യൂ പോയിന്റിലൂടെയാണ് അതിനെയൊക്കെ നോക്കിക്കാണേണ്ടത്. ജായിസ ലേന, അതിനെയൊക്കെ നമ്മൾ ഒന്ന് അനാലൈസ് ചെയ്തെടുക്കേണ്ടത്, അതിനെയൊക്കെ വിലയിരുത്തേണ്ടത്. और उसके बाद ही അതിനുശേഷം മാത്രമേ उसके बारे में कोई फैसला किया जा सकता है. ഇതിനെക്കുറിച്ച് നമുക്ക് വല്ലതും തീരുമാനിക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഇതിൻ്റെ വിധി എന്ത് എന്ന് നമ്മൾ വിലയിരുത്തിയതിന് ശേഷം മാത്രമേ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ അതിനെ ഓപ്പോസ് ചെയ്യുകയോ ചെയ്യാൻ പറ്റുകയുള്ളൂ.
उसके बारे में कोई फैसला किया जा सकता है कि वह सही है या गलत है. വല്ല തീരുമാനത്തിലേക്കും എത്താൻ ഇതിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ശരിയാണോ തെറ്റാണോ, ഈ സംഘടന ശരിയുടെ മാർഗത്തിലാണോ തെറ്റിൻ്റെ മാർഗത്തിലാണോ എന്ന് തീരുമാനിക്കൽ ഇസ്ലാമിക് വ്യൂ പോയിന്റിലൂടെ നമ്മൾ അവരുടെ പ്രവൃത്തിയെ നോക്കിക്കാണുമ്പോൾ മാത്രമാണ്. इस्लामी दायरा के अंदर रहते हुए मुस्लिम तंजीमों की जो भी सरगर्मियाँ हैं वो जिहाद के वसी माने मफहूम के दायरा में शामिल है. ഇസ്ലാമിക് സർക്കിൾ, ഇസ്ലാമി ദായറ, ഇസ്ലാമിക്കിൻ്റെ ആ ഇട്ടാവട്ടത്തിലൂടെ അന്തർ രഹത്തെ ഹുയി മുസ്ലിം, അതിൽ തന്നെ നിലനിൽക്കുന്ന മുസ്ലിം തൻസീമൊക്കെ, മുസ്ലിം സംഘടനകളുടെ ജോബി സർഗർമിയാഹെ, അവരുടെ മുസ്ലിം ഇട്ടാവട്ടത്തിലുള്ള അല്ലെങ്കിൽ മുസ്ലിം സർക്കിളിലുള്ള, ഇസ്ലാമിക് സർക്കിളിലുള്ള ഏതൊക്കെ മുസ്ലിം സംഘടനകളുണ്ടോ അവരുടെ എല്ലാ സർഗർമിയ, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും वो जिहाद के वसी माना और मफहूम के दायरा में शामिल है. അവയെല്ലാം ജിഹാദിൻ്റെ വിശാലമായ അർത്ഥത്തിൽ വസീ മാനയോ മഫ്ഹൂം കെ ദായറ മേ, ആ ഒരു സർക്കിളിൽ, ആ ഒരു ജിഹാദിൻ്റെ വിശാലമായ അർത്ഥമാകുന്ന ആ ഒരു ഇട്ടാവട്ടത്തിൽ തന്നെ ഷാമിൽ ഹെ, ഉൾപ്പെടുന്നതാകുന്നു. अलबत्त तीर्तुम हरब ज़रब और क़त्ल और खून रज़ी के वाक़यात और हादसात को आँख बंद करके इस्तिलाही जिहाद बेमाना क़िताल नहीं कहा जा सकता. തീർത്തും യുദ്ധവും അതുപോലെ കൊലയും കുത്തും വെട്ടും അതുപോലെ രക്തമൊഴുക്കലും, ഖൂൻ റേസി, ഒഴുക്കലും, അത്തരത്തിലുള്ള ഖൂൻ റേസിക്ക് വാക്കയാത്ത്, രക്തച്ചൊരിച്ചിലിൻ്റെ സംഭവങ്ങളും ഹാദിസാത്ത്, അത്തരത്തിലുള്ള സംഭവങ്ങളും സ്ഫോടനങ്ങളുമൊക്കെ, അത്തരത്തിലുള്ള സംഭവങ്ങളെയൊന്നും ആങ്ക് ബന്ദ് കർക്കെ, അതിനെയെല്ലാം നമ്മൾ കണ്ണടച്ചുകൊണ്ട് അന്ധമായിക്കൊണ്ട് ഇസ്തിലാഹി ജിഹാദ് ബമാന ഖിതാൽ നഹി കഹാ ജാ സക്ത, ഇസ്തിലാഹ് നിലക്കുള്ള ജിഹാദ് അഥവാ ഖിതാലി എന്ന അർത്ഥത്തിൽ നമുക്കൊരിക്കലും അതിനെ ജിഹാദി എന്ന ഇസ്തിലാഹിയായ മാനയിൽ വകവെച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല. മുസ്ലിം മമാലിക് യാ മഗരിബി മമാലിക്ക് അന്തർ, മുസ്ലിം രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ പാശ്ചാത്യ രാഷ്ട്രങ്ങൾക്കിടയിൽ അവിടെ സജീവമായിട്ടുള്ള മുസ്ലിം തൻസീമെ, അവിടെ സജീവമായിട്ടുള്ള മുസ്ലിം സംഘടനകൾ, ഇസ് വക്ത് അഗർ ദുനിയാക്കെ കിസി ഹിസ്സേമേ, ഈ സമയത്ത് ദുനിയാവിൻ്റെ ഏതെങ്കിലും ഭാഗത്ത്, കിസി ഗോഷയമേ, ഏതെങ്കിലും ഭാഗത്ത് അപ്നി മുഖാലിഫ് തോക്കത്ത് കെ സാമനെ, തൻ്റെ എതിർപക്ഷത്തുള്ള ശക്തിക്കെതിരെ സീന സപ്പറഹെ, താൻ നേരിടുന്നു, താൻ നെഞ്ചു വിരിച്ച് അവർക്കെതിരെ, തൻ്റെ എതിരാളികളെ താൻ നെഞ്ചു വിരിച്ച് അവർക്കെതിരെ നേരിടുന്നു, അവർക്കെതിരെ പോരാടുന്നു എന്നുണ്ടെങ്കിൽ, യാ ഉസ്കെ മുഫാദാത് കോ നുഖസാൻ പഹുഞ്ചാനെ കെ ലിയെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിമീങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്ന് ഗുണഭോക്താക്കളായ ആളുകൾക്ക് അല്ലെങ്കിൽ ഗുണഭോക്താക്കളായ രാജ്യങ്ങൾക്ക്, സംഘടനകൾക്ക്, മുഫാദാത്ത്, ഗുണഭോക്താക്കൾക്ക്, നുഖസാൻ പഹുഞ്ചാനെ കെ ലിയെ, അത്തരത്തിലുള്ള മുസ്ലിമീങ്ങളെ ക്രൂരമായി മർദ്ദിക്കുന്നവരുടെ ഗുണഭോക്താക്കൾക്ക് നുഖസാൻ പഹുഞ്ചാനെ കെ ലിയെ, അവർക്ക് വേണ്ടി വല്ല കുറവുകളും അവർക്ക് വല്ല നഷ്ടങ്ങളും വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കോയി ഹംലാക്കരെ, ആരെങ്കിലും വല്ല യുദ്ധവും നടത്തുകയാണെങ്കിൽ, അക്രമവും നടത്തുകയാണെങ്കിൽ, തോ ഉസെ അപ്പിനെ തഹഫുസോ ദിഫാ, അതിനെ തൻ്റെ സംരക്ഷണത്തിനും തൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും യാ ഇന്തിഖാം കി പുർജോഷോ ഇസ്തിഖ്ലാൽ അംഗേസ് കാറവായി കഹാ ജാ സക്താ ഹെ, അല്ലെങ്കിൽ യാ ഇന്തിഖാം കി, അല്ലെങ്കിൽ അവരിൽ നിന്ന് പകരം ചോദിക്കുവാനുള്ള പുർജോഷ്, വളരെ ഉശിരോടുകൂടിയുള്ള, വളരെ ആവേശത്തോടു കൂടിയുള്ള പുർജോഷോ ഇസ്തിഖ്ലാൽ അംഗേസ്, അതുപോലെ ഇസ്തിഖ്ലാൽ അംഗേസ് കാറവായി, അതുപോലെ സ്വാതന്ത്ര്യം നേടിത്തരുവാനുള്ള പ്രവർത്തനങ്ങൾ, സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ, ഇസ്തിഖ്ലാൽ അംഗേസ് കാറവായി, സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ചില പ്രവർത്തനങ്ങൾ എന്ന് മാത്രമേ കഹാ ജാ സക്താ ഹെ, പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ട്, സ്വന്തം സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധം മാത്രം, അല്ലെങ്കിൽ തൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുവാനുള്ള ഒരു പ്രയത്നം, ഒരു പ്രതിരോധം മാത്രമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിനെ അത്തരത്തിലുള്ളൊരു പ്രതിരോധം മാത്രമേ ഇതിനെ വിളിക്കാൻ സാധിക്കുകയുള്ളൂ. മഗർ ഇസ്ലാമി ജിഹാദ് കാ നാം ഉസേ നഹീ ദിയാ ജാ സക്താ, ഒരിക്കലും ഇസ്ലാമിക ജിഹാദ് എന്നുള്ള പേര് അതിന് നൽകാനേ സാധിക്കുകയില്ല എന്നാണ് മൗലാന യാസീൻ അഖ്തർ മിസ്ബാഹി എന്നിവർ വിശദീകരിക്കുന്നത്. എന്നാൽ മൗലാന വഹീദുദ്ദീൻ ഖാനെ ഇതിനെങ്ങനെ വിശദീകരിച്ചിട്ടുള്ളത്, ഗൈർ हुकूमती तंजीमों की तरफ से जिहाद बेमाना क़िताल का अमल जो आजकल मुख्तलिफ मुस्लिम गिरोहों की तरफ से जारी है वो बिलाशुबा गैर इस्लामी है. गैर हुकूमती तंजीमों की तरफ से जिहाद, അപ്പോൾ നോൺ ഗവൺമെൻറ്റലായിട്ടുള്ള
ഗവൺമെൻറ്റേതര സംഘടനകളിൽ നിന്ന് അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ജിഹാദ് ബിമാന ഖിതാൽ, അവർ ജിഹാദ് എന്ന പേരിൽ പല സംഘടനകളും പല യുദ്ധങ്ങളും നടത്തുന്നു. ബിമാന ഖിതാൽ ക അമൽ, യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ സംഘടനകളുടെ ചില പ്രവർത്തനങ്ങൾ, സംഘടനാത്മകമായ ചില പ്രവൃത്തികൾ അവരുടെ ഭാഗത്ത് നിന്ന് നോൺ ഗവൺമെൻറ്റലായിട്ടുള്ള ഗവൺമെൻറ്റേതര സംഘടനകളിൽ നിന്ന് വരുന്നുണ്ട് എങ്കിൽ ആജ്കൽ മുഖ്തലിഫ് മുസ്ലിം ഗ്രൂഹോं की तरफ से जारी है. ഇന്ന് അത്തരത്തിലുള്ള ജിഹാദിൻ്റെ പേരിൽ ചില സംഘടനകൾ നടക്കുന്നുണ്ട്. എവിടുന്ന്? ആജ്കൽ, നിലവിൽ ഇന്ന് മുഖ്തലിഫ് ഗ്രൂഹോं की तरफ से, വ്യത്യസ്ത സംഘടനകൾ, ഗ്രൂപ്പുകളിൽ നിന്നായിട്ട്, അവരുടെ വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ നിന്നായിട്ട് ജാരിഹെ, അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ജിഹാദ് എന്ന പേരിൽ സംഘടന നടത്തുന്ന ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളെല്ലാം ബിലാ ഗൈർ ഇസ്ലാമിഹെ, അത് നിസ്സംശയം അത് ഇസ്ലാമികമല്ല തന്നെ. ഈ സബ് ജിഹാദ് കെ നാം പർ ഫസാദ് കാ അമൽ ഹെ. ഇതിനെയെല്ലാം നമുക്ക് വിളിക്കാൻ പറ്റുക ഇതെല്ലാം ജിഹാദ് കെ നാം പർ, ജിഹാദ് എന്ന പേരിൽ ഫസാദ് കാ അമൽ ഹെ, ഇതെല്ലാം കലാപത്തിൻ്റെ പ്രവർത്തികളാണ്, കലാപമുണ്ടാക്കാനുള്ള പ്രവർത്തികളാണ് ഇവർ നടത്തുന്നത് എന്നേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ക്യൂങ്കെ, എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജിഹാദ് ബമാന ഖിതാൽ സർ താസർ ഹുക്കൂമത്ത് കി സിമ്മദാരി ഹെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് നോൺ ഗവൺമെൻറ്റലായിട്ടുള്ള മറ്റു ഓർഗനൈസേഷൻ്റെ ഭാഗത്ത് നിന്ന് ജിഹാദ് എന്ന പേരിൽ എന്തൊക്കെ പ്രയത്നങ്ങൾ നടക്കുന്നുണ്ടോ, എന്തൊക്കെ സംഘടനകൾ നടക്കുന്നുണ്ടോ, അതൊരിക്കലും ജിഹാദായി കൂട്ടാൻ സാധിക്കുകയില്ല. കാരണം എന്താണ്? ജിഹാദ് എന്നുള്ളത് ക്യൂങ്കെ ജിഹാദ് ബമാന ഖിതാൽ, ഖിതാൽ എന്ന അർത്ഥത്തിനുള്ള ജിഹാദ് എന്നത് സർ താസർ, അത് അടിമുടി അല്ലെങ്കിൽ തമാം തർ, അത് പരിപൂർണമായിട്ടും മുക്കമ്മൽ, അത് പരിപൂർണമായിട്ടും അത്തരത്തിലുള്ള ഒരു ജിഹാദ് എന്നത് ഹുക്കൂമത്ത് കി സിമ്മേദാരി ഹെ, അത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഹുക്കൂമത്തി തൻസീമോ കെ ലിയെ പുർ അമിൻ ദാവത്ത് ഹെ, മറ്റു നോൺ ഗവൺമെൻറ്റലായിട്ടുള്ള ഗവൺമെൻറ്റേതര സംഘടനകൾക്ക് പുർ അമിൻ ദാവത്ത് ഹെ, വളരെ സമാധാനത്തോടുള്ള പ്രബോധനം മാത്രമാണ് അവരുടെ ഉത്തരവാദിത്തം. നെക്കെ മുസല്ലഹ് ജിഹാദ്, അല്ലാതെ ആയുധമണിഞ്ഞിട്ടുള്ള ജിഹാദ് അവരുടെ മേൽ ഉത്തരവാദിത്തമേ ഇല്ല. मौलाना शफी मुनिसिंदे अभिप्राय नोका मुख्तलिफ मुल्कों में जो तंजीमें दावत हक़ और फितने और फसाद के ख़िलाफ़ तालीम और तलक़ीन से काम ले रही हों, उनकी जिद्दोजहद की राह इख्तियार की हो तो उनके सिलसिला में अलग अलग सही वाकिफ़ियत निहायत ज़रूरी है, ताकि ये देखा जा सके कि इस्लामी तालीमात ने जो शराइत व आदाब लाजिम करार दिए हैं उनका कहाँ तक पासो लिहाज किया जा रहा है. മുഖ്തലിഫ് മുൽക്കോമെ, വ്യത്യസ്ത രാജ്യങ്ങളിൽ ജോ തൻസീമെ, എത്തരത്തിലുള്ള സംഘടനകളാണോ ദഅവത്തെ ഹക്ക്, അള്ളാഹുവിലേക്കുള്ള പ്രബോധനം, ഹക്കിലേക്കുള്ള പ്രബോധനം എന്ന പേരിലും ഓർ ഫിത്നോ ഫസാദ് കെ ഖിലാഫ്, കലാപങ്ങൾക്കും പ്രശ്നങ്ങൾക്കും എതിരെയായിട്ട് താലീമോ തൽഖീൻസ്, വലിയ നല്ല വിദ്യാഭ്യാസം പകർന്നു കൊടുത്തുകൊണ്ട് നല്ല വിളംബരങ്ങൾ നടത്തിക്കൊണ്ട് കാം ലേ രഹി ഹെ, അവർ ഉപകാരമെടുക്കുന്നുണ്ട്. ജനങ്ങളിൽ നിന്ന് അത്തരത്തിൽ കലാപങ്ങൾക്കെതിരെയുള്ള അധ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് ഉപകാരമെടുക്കുന്ന കാം ലേ രഹിഹോ, ഉപകാരമെടുക്കുന്നതായ ഏതൊക്കെ സംഘങ്ങളുണ്ടോ ഉൻകി ജിദ്ദോജുഹദ്, അവരുടെ പ്രയത്നങ്ങളെല്ലാം ഉൻകി ജിദ്ദോജുഹദ് കി രാഹ് ഇഖ്തിയാർ കീഹോ, അവരുടെ പ്രയത്നങ്ങളുടെ അവരുടെ പരിശ്രമങ്ങളുടെ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ഉൻകെ സിൽസിലേമേ, അവരുടെ പരമ്പരയിൽ അലഗ് അലഗ് സ്വഹീഹ് വാഖിഫിയത്ത് നിഹായത്ത് ജറൂരി ഹെ, അവരുടെ പരമ്പരകൾ അഥവാ അവരുടെ ആദ്യകാലം മുതൽ ഇന്നേ വരെയുള്ള അവരുടെ പ്രയത്നങ്ങൾ അവരുടെ പരിശ്രമങ്ങൾ അലഗ് അതിനെ വേറിട്ട് സ്വഹീഹ് വാഖിഫിയത്ത്, കൃത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള ബോധം, ജാഗ്രത നിഹായത്ത് ജറൂരി ഹെ, അങ്ങേയറ്റം അത്യാവശ്യമായതാണ്. താക്കെ, എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദേഖാ ജാ സക്കെ, ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം ഇവരുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ പ്രയത്നങ്ങളെ, അവരുടെ പരിശ്രമങ്ങളെ, അവരുടെ ഇത്തരത്തിലുള്ള അധ്യാപനങ്ങളെ എല്ലാം നോക്കിക്കാണേണ്ടതുണ്ട്. ഇസ്ലാമിക താലീമാത്തിന്, ഇസ്ലാമിക അധ്യാപനങ്ങൾ ജോ ഷറായിത്തോ ആദാബ്, ഏതൊക്കെ ഷർത്തുകളോ ഏതൊക്കെ മര്യാദകളോ ലാസിം കറാർ ദിയേ ഹെ, നിർബന്ധമാക്കിയ ഇസ്ലാം ജിഹാദിനെ പ്രേരിപ്പിക്കുന്ന, ഇസ്ലാം യുദ്ധത്തിന് വേണ്ടി ഇറങ്ങാൻ പറയുമ്പോൾ അവിടെ എന്തൊക്കെ ഷർത്തുകളാണോ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്, ഇസ്ലാം ലാസിം കറാർ ദിയേ ഹെ, നിർബന്ധമാക്കിയിട്ടുള്ളത്, ഉൻകാ കഹാൻ തക് പാസോ ലിഹാസ് കിയാ ജാ രഹാ ഹെ, അതിനെ എത്രത്തോളം കഹാൻ തക്ക്, എത്രത്തോളം അവർ അതിനെയൊക്കെ പരിപാലിക്കുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്, ആ ഷർത്തുകളൊക്കെ പരിപാലിക്കുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പറഞ്ഞെന്തെന്ന് വെച്ചാൽ
പ്രബോധനം, സത്യത്തിലേക്കുള്ള പ്രബോധനം, ദഅവത്തെ ഹക്ക് എന്ന പേരിൽ, അതുപോലെ ഫിത്നകളെയും ഫസാദിനെയും അകറ്റാൻ വേണ്ടിയിട്ട് ജിഹാദിന് വേണ്ട പാഠങ്ങൾ, അധ്യാപനങ്ങൾ ചില സംഘടനകളുടെ, മതസംഘടനകളുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില അധ്യാപനങ്ങൾ, ചില വിളംബരങ്ങളൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പ്രയത്നങ്ങളൊക്കെ, അത്തരത്തിലുള്ള പ്രയത്നങ്ങളെല്ലാം, അല്ലെങ്കിൽ ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കരുത് എന്ന തരത്തിലുള്ള അധ്യാപനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും അവരുടെ അധ്യാപനങ്ങളെയൊക്കെ നമുക്ക് കാണേണ്ടത് ഇസ്ലാമിൻ്റെ മാനദണ്ഡങ്ങളെ പരിപാലിച്ച്, അത് സംരക്ഷിച്ച്, അത് കൃത്യമായി അതെല്ലാം പരിഗണിച്ചിട്ടാണോ ഈ അധ്യാപനങ്ങൾ നടത്തുന്നത് എന്നാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ കണ്ടീഷനുകൾ പാലിക്കുന്നുണ്ടോ, എന്നാൽ ഈ സംഘടനകളുടെ പ്രയത്നങ്ങളെല്ലാം, അവരുടെ പരിശ്രമങ്ങളെല്ലാം അത് ശരിയായ വഴിയിലാണ് എന്ന് നമുക്ക് കണ്ടെത്താം. മൗലാന അബ്ദുൽ വഹാബ് ഖിൽജിയുടെ അഭിപ്രായമാണ് ഇനി പറയാൻ പോകുന്നത്. പൂരി ദുനിയാ മേ जुल्म और जबर के खिलाफ उठाई जाने वाली आवाज़ हर कलिमा को दिल की आवाज़ है. इलाए कलिमतुल्लाह और दावत इस्लामी की राह में हाइल रुकावटों को दूर करने की तमाम मसाई जमीला से हर इंसाफ पसंद को मुत्तफिक होना चाहिए. മൗലാന അബ്ദുൽ വഹാബ് ഖിൽജി വളരെ പ്രസക്തമായ, വളരെ ഉചിതമായ ഒരു നിലപാടാണ് മഹാനവർകൾ പറയുന്നത്. പൂരി ദുന്യാമേ, ദുന്യാവ് ഒട്ടാകെ, ദുന്യാവ് മുഴുക്കെ, സുൽമോ ജബർ കെ ഖിലാഫ്, അക്രമത്തിൻ്റെയും അനാചാരത്തിൻ്റെയും അക്രമത്തിൻ്റെയും പൂരി ദുന്യാമേ സുൽമോ ജബർ കെ ഖിലാഫ്, ദുന്യാവ് മുഴുക്കെ, ദുന്യാവ് ഒട്ടാകെ, സുൽമോ ജബർ കെ ഖിലാഫ്, അക്രമങ്ങൾക്കെതിരെ, സുൽമ് ജബർ, അക്രമങ്ങൾക്ക് എതിരെ, ഉഠായി ജാനേ വാലി ആവാസ്, അക്രമങ്ങൾക്കെതിരെ ഉയർത്തുന്ന ശബ്ദങ്ങളെല്ലാം, ഹർ കലിമാഗൂക്കെ ദിൽമേ, എല്ലാ കലിമാത്തു ഷഹാദ ഉച്ചരിച്ച ഏതൊരു വ്യക്തിയുടെയും ദിൽ കി ആവാസ് ഹെ, അവരുടെ മനസ്സിൻ്റെ ശബ്ദമാണ്. നീതിക്ക് വേണ്ടി പോരാടുന്ന ശബ്ദങ്ങളെല്ലാം അത് ഒരു മനുഷ്യൻ്റെ, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ദിൽ കി ആവാസ് ഹെ, അവരുടെ മനസ്സിൻ്റെ ശബ്ദമാകുന്നു. ഏഴായ കലിമത്തുള്ള, അള്ളാഹുവിൻ്റെ കലിമത്ത് ഉയർത്തിപ്പിടിക്കുക. അവർ ദഅവത്തെ ഇസ്ലാമി, ഇസ്ലാമിക പ്രബോധനത്തിൻ്റെയും, ദഅവത്തെ ഇസ്ലാമിക്ക് രാഹ്മെ, ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ വീതിയിൽ ഹായിൽ മറയായി കിടക്കുന്ന റുക്കാവട്ടോക്കോ, എല്ലാവിധ പ്രതിബന്ധങ്ങളെയും എല്ലാവിധ തടസ്സങ്ങളെയും ദൂർ കർണേക്ക്, അതിനെയൊക്കെ അകറ്റാനുള്ള തമാം മസായി ജമീല, എല്ലാ പ്രശംസനാർഹമായ സ്തുത്യർഹമായിട്ടുള്ള പ്രയത്നങ്ങളെല്ലാം, തമാം മസായി ജമീല, എല്ലാ സ്തുത്യർഹമായിട്ടുള്ള പ്രയത്നങ്ങളെല്ലാം, ഹർ ഇൻസാഫ് പസന്ദക്കോ, എല്ലാ നീതി ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ അവർ എല്ലാവരും, അങ്ങനെ നീതി ആഗ്രഹിക്കുന്നവർക്കെല്ലാം മുത്തഫിഖ് ഹോനാ ചാഹിയെ, അവർക്കെല്ലാം യോജിക്കേണ്ടതുണ്ട്. നന്മക്ക് വേണ്ടിയിട്ട് അക്രമത്തിനെതിരെ എവിടുന്ന് ആരൊക്കെ ശബ്ദമുയർത്തിയോ അതിനൊക്കെ അനുകൂലിക്കൽ അതൊരു മുസൽമാൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ദിൽ കി ആവാസ് ഹെ, അത് മനസ്സിൻ്റെ ശബ്ദമാണ്. ഇനി മറ്റൊരു ചോദ്യം, അവസാനമായിട്ടുള്ളൊരു ചോദ്യം. സവാൽ: जिहादी जिद्दोजहद के तहत आम शहरियों को जो निशाना बनाया जा रहा है, क्या ये अमल इस्लामी नजरिए जिहाद से हम आहंग है? അടുത്തൊരു ചോദ്യം, വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ജിഹാദി ജിദ്ദോജഹദ് കെ തഹത്ത്, ജിഹാദിൻ്റെ പ്രയത്നങ്ങൾക്ക് കീഴിലായിട്ട്, അഥവാ ജിഹാദിൻ്റെ പ്രയത്നങ്ങൾ എന്ന പേരിൽ ആം ഷഹരിയോക്കോ, പൊതുജനങ്ങളെ, സിറ്റിസൺസ്, അതാണ് ഷഹരി എന്ന് പറഞ്ഞാൽ, പൊതുജനങ്ങളെ ജോ നിഷാന ബനായ ജാ രഹാ ഹെ, ആ പൊതുജനങ്ങളെ എത്തരത്തിൽ ഇരയാക്കി കളയുന്നുവോ, നിഷാന ബനാന ഇരയാക്കി കളയുന്നുണ്ട്, ആ ഇരയാക്കി കളയുന്ന പ്രവർത്തനങ്ങൾ ആരൊക്കെയാണോ ഇരയാക്കി കളയുന്നത്, പൊതുജനങ്ങളെ ഇരയാക്കുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾ ആരൊക്കെയാണോ ചെയ്യുന്നത്, ക്യാ യേ അമൽ ഇസ്ലാമി നസറിയെ ജിഹാദ് സെ, ഇത്തരത്തിലുള്ള പ്രവൃത്തി ഇസ്ലാമി നസറിയെ ജിഹാദ് സെ, ഇസ്ലാമിൻ്റെ ജിഹാദിനോടുള്ള കാഴ്ചപ്പാടുമായിട്ട് ഹം ആഹങ്ക് ഹെ, ഒത്തുപോകുന്നതാണോ? ഇസ്ലാമി നസറിയെ ജിഹാദ് സെ, ഇസ്ലാമിൻ്റെ ജിഹാദിനോടുള്ള കാഴ്ചപ്പാടുമായിട്ട് ഹം ആഹങ്ക് ഹെ, ഒത്തുപോകുന്നതാണോ എന്നാണ് ചോദിക്കുന്നത്. അഥവാ പൊതുവിൽ ഇന്ന് നമ്മൾ കാണുന്നതാണ്, പല സംഘടനകളും അവർ പൊതുജനങ്ങളുടെ മേൽ അക്രമം നടത്തുകയും സ്ഫോടനങ്ങൾ നടത്തുകയും ധാരാളം പൊതുജനങ്ങൾ, സാധുക്കളായ ആളുകൾ മരണപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പ്രവൃത്തി അത് ജിഹാദ് എന്ന മുസ്ലിം ഇസ്ലാമിക് കാഴ്ചപ്പാടിനോട്, കൺസെപ്റ്റിനോട് ഒത്തുപോകുന്നതാണോ എന്നാണ് ചോദ്യം.
മൗലാന യാസീൻ അഖ്തർ മിസ്ബാഹി എന്നവരുടെ മറുപടി, गैर मुतालिक शहरी आम आदमी औरतों, बच्चों, बूढ़ों, इबादत गाहों और अवामी इदारों को हलाक व बर्बाद करने की इजाज़त इस्लामी जिहाद के अंदर भी नहीं है, तो आम जंगों में ऐसी हरकतें किस तरह गवारा की जा सकती हैं? മൗലാന യാസീൻ അഖ്തർ മിസ്ബാഹിയുടെ മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള പ്രവൃത്തിയോട് ഇസ്ലാമിന് എതിരെ പ്രവർത്തിക്കാത്ത സാധുക്കളായ ജനങ്ങൾ, ഗൈർ മുതാലിക് ഷഹരി ഇതിനോട് ബന്ധമില്ലാത്ത സിറ്റിസൺസ് പൊതുജനങ്ങൾ, ആം ആദമി സിവിലിയൻസ്, മുതാലിക് ഷഹരി എന്ന് പറഞ്ഞാൽ സിവിലിയൻസ്, അതുപോലെ ആം ആദമി പൊതുജനങ്ങൾ, ഔറത്തോ സ്ത്രീകളും, ബച്ചോ ബന്ധമില്ലാത്ത കുട്ടികളും, ബൂഢോ ഇതിനോട് ബന്ധമില്ലാത്ത വൃദ്ധരായ ജനങ്ങളും, ഇബാദത്ത് ഗാഹും അതുപോലെ തന്നെ അവരുടെ ആരാധനാലയങ്ങളും, ഓർ അവാമി ഇദാറോക്കോ അതുപോലെ പൊതു സ്ഥാപനങ്ങളും ഹലാക്കോ ബർബാദ് കർണേക്ക് ഇജാസത്ത് അതിനെ നശിപ്പിക്കുവാനുള്ള ഇതിനോട് ബന്ധമില്ലാത്ത സിവിലിയൻസിനെയോ അല്ലെങ്കിൽ പൊതുജനങ്ങളെയോ സ്ത്രീകളെയോ കുട്ടികളെയോ വൃദ്ധരെയോ അതുപോലെ ആരാധനാലയങ്ങളെയോ പൊതു സ്ഥാപനങ്ങളെയോ ഹലാക്കോ ബർബാദ് കർണേക്ക് ഇജാസത്ത് അതിനെ നശിപ്പിക്കുവാനുള്ള അതിനെ പൊളിക്കുവാനുള്ള ഇജാസത്ത് അനുമതി ഇസ്ലാമി ജിഹാദ് കെ അന്തർ ഭി നഹി ഹെ. ഇസ്ലാമിക ജിഹാദ് എന്നതിൽ ഇല്ല. ഇസ്ലാമിക ജിഹാദിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നതേ അല്ല. തോ ആം ജംഗോമേ, അപ്പോൾ ഒരു പൊതുവിലുള്ള മറ്റു യുദ്ധങ്ങളിൽ, ഹംലോമെ അക്രമങ്ങളിൽ, ഐസി ഹർക്കത്തെ ഇത്തരത്തിലുള്ള നടപടികൾ കിസ് തറ ഗവാറാക്കി ജാ സക്തി ഹെ, എങ്ങനെയാണ് നമ്മൾ അതിനെയൊക്കെ ബർദാഷ്ത് കർ സക്തി ഹെ, ഗവാറാക്കി ജാ സക്തി ഹെ, ബർദാഷ്ത് ജാ സക്തി ഹെ, നമുക്ക് എങ്ങനെ സഹിക്കാനാകും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ? മൗലാന വഹീദുദ്ദീൻ ഖാന്റെ മറുപടിയിലേക്കൊന്ന് ശ്രദ്ധിക്കാം. ആം ഷഹരിയോं को तशद्दुद का निशाना बनाना किसी हाल में जायज़ नहीं, हत्ता के मुस्लिम हुकूमत के तहत होने वाले जायज़ जिहाद में भी नहीं. जायज़ जिहाद में भी सिर्फ मुकातिल पर वार किया जा सकता है, गैर मुकातिल पर वार करने की गुंजाइश इस्लाम के उसूल जंग में नहीं है. मौलाना वहीदुद्दीन खान मरबड़ी, आम शहरियों को तशद्दुद का निशाना बनाना किसी हाल में जायज़ नहीं है. സിവിലിയൻസിനെ, മറ്റു പൊതുജനങ്ങളെ, സിവിലിയൻസിനെ തശദ്ദുദ് കാ നിശാന ബനാന, ഇവരുടെ തീവ്രവാദത്തിന് അവർ ഉന്നം വെക്കുന്നത്, ഇരയാക്കി തീർക്കുന്നത് കിസി ഹാൽ മേ ജായിസ് നഹി ഹെ, ഒരവസരത്തിലും അതിനെ അനുവദിച്ചു കൊടുക്കുന്നില്ല. ഹത്താക്കെ ഏതവസരത്തിലെന്ന് വെച്ചാൽ, എത്രത്തോളം എന്ന് വെച്ചാൽ, മുസ്ലിം ഹുക്കൂമത്ത് കെ തഹ്ത് ഹോനെ വാലെ, മുസ്ലിം ഗവൺമെൻറ്റുകൾക്ക് കീഴിലുണ്ടാകുന്ന ജായിസ് ജിഹാദ് നബി, ആ മുസ്ലിം ഗവൺമെൻറ്റിന് കീഴിൽ അനുവദനീയമായി നടത്തപ്പെടുന്ന ജിഹാദിൽ പോലും ഇത്തരത്തിലുള്ള സിവിലിയൻസിനെ അവർക്കെതിരെ യുദ്ധം ചെയ്യുക എന്നത് അനുവദിക്കപ്പെട്ടതല്ല. ജായിസ് ജിഹാദ് में भी सिर्फ मुकातिल पर वार किया जा सकता है. അനുവദനീയമായ ജിഹാദിൽ പോലും വെറും പോരാളികളോട്, യോദ്ധാക്കളോട് മാത്രമേ വാർ കിയാ ജാ സക്താ ഹെ, യുദ്ധം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഗൈർ മുഖാതിൽ പർ വാർ കർണേ കി ഗുഞ്ചായിഷ്, യോദ്ധാക്കളല്ലാത്തവരോട് യുദ്ധം ചെയ്യുവാനുള്ള, വാർ കർണ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുവാനുള്ള ഗുഞ്ചായിഷ്, അതിനുള്ള സാധ്യതയെ, പോസിബിലിറ്റിയെ ഇസ്ലാം കെ ഉസൂലെ ജംഗ് മേ നഹി ഹെ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനികമായിട്ടുള്ള യുദ്ധത്തിൻ്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾസിൽ, അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ, അതിൻ്റെ അധ്യാപനങ്ങളിൽ നഹി ഹെ, ഇല്ല. ഇനി മൗലാന ഷഫീ മുനിസ് അതുപോലെ മൗലാന അബ്ദുൽ വഹാബ് ഖൽജി എന്നിവരുടെ ചെറിയ രണ്ട് അഭിപ്രായം കൂടെ പറഞ്ഞാൽ നമ്മുടെ ഈ പാഠം അവസാനിക്കുകയാണ്. ജിഹാദി ജിദ്ദോ ജുഹുദ് കെ തഹത്ത്, ഇനി നമുക്ക് മൗലാന ഷഫീ മുനിസിൻ്റെ അഭിപ്രായം ഒന്ന് കേൾക്കാം. ജിഹാദി ജിദ്ദോ ജുഹുദ് കെ തഹത്ത്, ഈ ജിഹാദിൻ്റെ പ്രയത്നങ്ങൾക്ക് കീഴിലായിട്ട് സിർഫ് ഉന്നി ഷഹരിയോं को നിശാന ബനായാ ജാ സക്താ ഹെ, ഇത്തരത്തിലുള്ള സിവിലിയൻസിനെ മാത്രമാണ് നിശാന ബനായാ ജാ സക്താ ഹെ, ഇരയാക്കാൻ പറ്റുകയുള്ളൂ. എത്തരത്തിലുള്ള സിവിലിയൻസ് ആണ്? ജോ അമലൻ ജംഗ് മേ ഹിസ്സ ലേത്തെ ഹോ, അവർ യഥാർത്ഥത്തിൽ ആക്ച്വലി അല്ലെങ്കിൽ പ്രാക്ടിക്കലി അവർ ആ യുദ്ധത്തിൽ ഹിസ്സാലേത്തേഹോ, ആ യുദ്ധത്തിൽ പങ്കുകൊള്ളുന്നുണ്ട്. യാ അക്കലൻ ഉർഫൻ അല്ലെങ്കിൽ അക്കലൻ ഉർഫൻ നൽകുക പൊതുവെ ഹിസ്സാലേനേക്ക് കുതിരത്ത് രഖത്തേഹേ, അല്ലെങ്കിൽ പൊതുവിൽ അവർ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള അതിനുള്ള കേപ്പബിലിറ്റി, കപ്പാസിറ്റി അവർക്കുണ്ട്. അത്തരത്തിലുള്ള ജനങ്ങളോട് മാത്രമേ യുദ്ധം നടത്താൻ പറ്റുകയുള്ളൂ. യാനി ജവാൻ മർദ് അഥവാ എത്തരത്തിലുള്ള ജവാൻ, യോദ്ധാവായിട്ടുള്ള യുവാവായിട്ടുള്ള പുരുഷൻ, ജിൻപർ അഹ്ലെ ഖിതാൽ കി ഇസ്തിലാഹ് സ്വാദിഖ് ആത്തി ഹെ, എത്തരത്തിലുള്ള യുവാവായിട്ടുള്ള
യോഗ്യമായിട്ടുള്ള പുരുഷനാണ്, അവർക്ക് അഹ്ലുൽ ഖിതാൽ എന്ന ഇസ്തിലാഹ് സ്വാദിഖ് ആത്തിഹെ അത് വെച്ചു കൊടുക്കാൻ പറ്റും. ഖിതാലിന് അർഹനായ ആള് എന്ന് പറയത്തക്ക വിധത്തിലുള്ള ഏതൊരു വ്യക്തിയുണ്ടോ അയാളോട് മാത്രമേ യുദ്ധം നടത്താൻ പറ്റുകയുള്ളൂ. ഓർ ഉൻകെ ഖിലാഫ് തൽവാർ നെഹി ഉഠായി ജാ സക്തി, ഇത്തരത്തിലുള്ള ജനങ്ങൾക്കെതിരെ ഒരിക്കലും തൽവാർ നെഹി ഉഠായി ജാ സക്തി, ഒരിക്കലും വാൾ ഉയർത്താനേ പറ്റില്ല. ജോ അഹ്ലെ ഖിതാൽ നഹോ, യുദ്ധത്തിന് അർഹരല്ലാത്തവർ. മസലൻ, ഉദാഹരണത്തിന് ഔറത്തെ അഥവാ കുട്ടികൾ, ബച്ചെ, ബൂഢെ, ബീമാർ, സഖ്മി, പരിക്കുപറ്റിയവർ, അന്ധേ, കണ്ണ് കാണാത്തവർ, മഖ്തൂൽ അഅ്സാ, അംഗവികലാംഗരായവർ, മജ്നൂൻ, ഭ്രാന്തർ, സയ്യാ, ടൂറിസ്റ്റായി നടക്കുന്ന, അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന യാത്രക്കാരായ ആളുകൾ, ഖാൻഗാ നഷീൻ സാഹിദ്, ഒരു ഖാൻഗാഹിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന അവിടെ താമസിച്ച് ഇബാദത്തിലായി കഴിയുന്ന സാധുക്കളായ സാഹിദീങ്ങൾ, പരിത്യാഗികൾ, മാബദോ മന്ദിരോം കി മുജാബിർ, അതുപോലെ മസ്താന്മാരായി നടക്കുന്ന ഓരോ ആരാധനാലയങ്ങളും മന്ദിരത്തിനെയും അതിനെ ചുറ്റുപറ്റി താമസിക്കുന്നവരായ ആളുകൾ, ഒരു ഐസെ ഹി ദൂസരെ ബേസർ ലോക്, ഇത്തരത്തിൽ തന്നെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത, കുഴപ്പങ്ങളില്ലാത്ത ജനങ്ങളോടും ഒന്നും യുദ്ധം ചെയ്യാൻ പാടില്ല. മൗലാന അബ്ദുൽ വഹാബ് ഖൽജിയുടെ ഒരു അഭിപ്രായം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ജിഹാദ് കെ നാം പർ ബേ ഖുസൂറോ ബേ ഗുനാഹ്, ജിഹാദിൻ്റെ പേരിൽ കുറ്റം ചെയ്യാത്ത, നിഷ്കളങ്കരായിട്ടുള്ള, ബേഗുനാഹ് നിഷ്കളങ്കരായിട്ടുള്ള, ഓർ മാസൂം നിഷ്കളങ്കരായിട്ടുള്ള, ജാനോക സിയാ നിഷ്കളങ്കമായിട്ടുള്ള ജീവനുകൾ നഷ്ടപ്പെടുത്തുക, സിയാ എന്ന് പറഞ്ഞാൽ നുഖസാൻ, അത് നഷ്ടപ്പെടുത്തുക എന്നത് ഗൈർ ഇസ്ലാമി ഹെ. നിഷ്കളങ്കമായിട്ടുള്ള തെറ്റ് ചെയ്യാത്ത ജീവനുകളെ ക്രൂരമായി ജിഹാദിൻ്റെ പേരിൽ കൊല ചെയ്യുക എന്നത് ഗൈർ ഇസ്ലാമി ഹെ, അത് അനിസ്ലാമികമാകുന്നു. ഇസ്ലാം മൈദാനെ ജംഗ് മേ ഭി, ഇസ്ലാം യുദ്ധഭൂമിയിൽ പോലും ഇസ് അമ്ര കി ഷിദ്ദത്ത് കെ സാത്ത് റിആയത്ത് രഖ്താ ഹെ, ഈ കാര്യത്തെ വളരെ തീവ്രമായിട്ട് തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഛേ ജായേക്കെ ആം ഷഹരിയോക്കോ നിശാന ബനായാ ജാ സകെ, എന്നിട്ടല്ലേ ഛേ ജായേക്കെ ഫളൻ അൻ ഛേ ജായേക്കെ. അപ്പോൾ ഈ ഒരു കാര്യത്തെ ഇസ്ലാമിൻ്റെ യുദ്ധഭൂമിയിൽ പോലും ഈ കാര്യത്തെ ഇസ്ലാം കൃത്യമായിട്ട് തന്നെ അവരെയൊക്കെ സംരക്ഷിക്കാനുള്ള വാക്കാണ്, നിർദ്ദേശമാണ് ഇസ്ലാം കൊടുക്കുന്നത്. ഛേ ജായേക്കെ, എന്നിട്ടല്ലേ ആം ഷഹരിയോക്കോ, പൊതുജനങ്ങളെ, സാധുക്കളായ, ഒന്നും അറിയാത്ത സാധുക്കളായ പൊതുജനങ്ങളെ നിശാന ബനായ ജായെ, അവരെ ഉന്നം വെക്കുന്നത് എന്നിട്ടല്ലേ. അഥവാ അതൊരിക്കലും പറ്റില്ല. യുദ്ധഭൂമിയിൽ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ യുദ്ധഭൂമിയിലേക്ക് കടന്നു വരാത്ത മറ്റുള്ളവരെ എങ്ങനെ കൊല്ലും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം. ഇൻഷാ അല്ലാ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലെ ചോദ്യോത്തരങ്ങളുണ്ട്. അതുപോലെ അമലി काम तलबा अपने क्लास के हिसाब से 3 या 4 जमात में बंट जाएं और उन्वान इज्तिहाद और हालात हाजिरा पर बहस मुबाहसा करें. ഇക്കാലഘട്ടത്തിൽ ഇജ്തിഹാദിൻ്റെ സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്താനാണ് പറയേണ്ടത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇജ്തിഹാദിൻ്റെ സാധ്യതകൾ എന്നതിനെക്കുറിച്ച് ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു ചർച്ചയാണ് വേണ്ടത്. അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക് ഒരു ചർച്ചയാണ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഉറുദുവിൽ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ 3-4 സെൻറ്റൻസ് നിങ്ങളുടെ കഴിവ് പോലെ പരമാവധി എഴുതിയിട്ടാണെങ്കിൽ, എഴുതിയത് വായിച്ചിട്ടാണെങ്കിലും അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.